ചേട്ടാ, നമ്മുടെ വീണാമണിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട്? വീണാമണി കേരളത്തിലില്ല. അവർ കേരളം വിട്ടു. അവർക്ക് അവരുടെ വീട്ടിലേക്ക്, അവരുടെ വീട് കണ്ടിട്ട് കുറേ ദിവസങ്ങളായി, സാറേ എനിക്ക് എൻ്റെ നാട്ടിൽ പോകാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാര്യം അവരുടെ വീട്ടിലേക്ക്, അവരുടെ സ്വന്തം വീട്ടിലേക്ക് അവർക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ ആ നാട്ടിൽ അവർക്ക് ഭയങ്കരമായ ഭയപ്പാടുണ്ട്. പോലീസ് ഈ കഴിഞ്ഞ ദിവസം അവർ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ, ഗുരുവായൂർ അമ്പലത്തിൽ CPM-ൻ്റെ ഗുണ്ടകൾ അവരെ വിടാതെ പിന്നെ അവരെ ആക്രമിക്കുക, ഒരു സ്ത്രീയെ ആക്രമിക്കുകയാണ്. ഗുരുവായൂർ കിഴക്കേ നടയിലെ ഭാഗത്താണ്. അവരവിടെ ഒരു പ്രഭാഷണത്തിന് എന്തോ മറ്റോ വിളിച്ചിട്ട് അവർ പോയതാണ്. അവരൊരു സാധു സ്ത്രീയാണ്. നിങ്ങൾ തന്നെ ഇവിടെ ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അവർക്ക് ഭയമുള്ളതുകൊണ്ട് ജീവനും കൊണ്ട് അവർ ഇവിടെ വിടുമെന്നുള്ളത് അവർ പലതവണ പറഞ്ഞിരുന്നു. നമ്മൾ വിളിക്കുമ്പോൾ തന്നെ നമ്മളോട് പറയും, സാർ ഞാൻ പിന്നെ സംസാരിക്കുന്നില്ല സാർ, നമ്മുടെ ഫോൺ അവരെ വാച്ച് ചെയ്യുന്നുണ്ട് സാർ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞു വെച്ചത്, എന്നെ തല്ലിയതിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തു, പോലീസ് അതിൽ അവർക്ക് കേസൊന്നും, അത് നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നിട്ടുണ്ട്. അത് 30/12 ഉള്ളത് കേസ് കംപ്ലൈന്റ് റെഫർ ചെയ്തു ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതെ, ആ കേസിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പോലീസ്. കിഴക്കേ നടയിൽ CCTV വിഷ്വൽസ് വരെ ഉള്ള സ്ഥലത്താണ് റെഫർ ചെയ്ത് ഒഴിവാക്കിയിരിക്കുന്നത് ആ കേസ്. അപ്പൊ നമുക്കിവിടെ ഇതൊക്കെ സാധാരണക്കാരൻ ഒരു കേസ് കൊടുത്താൽ അതിന്റെ പിന്നാലെ തൂങ്ങി സാധാരണക്കാരൻ എന്താണ്, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായി അവരാവശ്യപ്പെട്ട ഒരു കാര്യത്തിന് ഫണ്ട് കൊടുത്തില്ല എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ വളഞ്ഞിട്ട് പിടിച്ചത്. അതെ, ഉറപ്പായിട്ടും അല്ലേ, അല്ലാതെ വേറൊന്നുമല്ല. അവർക്ക് ഈ പറയുന്ന പോലെ അവർക്ക് വയനാട് ഉണ്ടായിരുന്നു. അതായത് ബോബി ചെമ്മണ്ണൂര് അവരുടെ ഭീഷണിക്ക് വഴങ്ങാതെ കാശ് കൊടുത്തില്ല. വയനാടിന്റെ സംഭവം പുറത്ത് വന്നപ്പോൾ ഭയങ്കര വലിയ കാര്യമായിട്ട് സപ്പോർട്ട് കൊടുത്തതാണ് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ. പക്ഷെ ഉദ്ദേശിച്ചത് എന്തോ കിട്ടിയില്ല. അപ്പൊ യൂത്ത്ഫുൾ വയനാടും പോയി, ആൾഡേജ് വയനാടും പോയി, എല്ലാം. അതായത് നമ്മള് ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഭരണത്തിലിരിക്കുന്ന പാർട്ടിയും ഈ ഭരണത്തിൽ ഇരിക്കുന്നവരും വിചാരിക്കുന്നത് നമുക്കൊന്നും തലയ്ക്കകത്ത് ബോധവും വിവരവും ബുദ്ധിയും ഒന്നും ഇല്ലെന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ അവരിങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളപ്പോൾ തന്നെ എന്തോ ഒരു ലാഭ കച്ചവടം ഇവർ തമ്മിലുള്ള നടന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, ഒരു സിനിമാ താരത്തിന് ഇങ്ങനെ ഒരു എന്നെ നുള്ളി, എന്നെ ഞോണ്ടി, എന്നെ ചിരിച്ചു, എന്നെ നോക്കി കളിയാക്കി എന്നൊക്കെ പറയുന്ന സംഗതി ശരിയാണ്, ആയിക്കോട്ടെ, ആഭാസതരമൊക്കെ ആയിരുന്നു പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു സ്ത്രീയാണ് ഇവരെ ഒരു സ്ത്രീയാണ്. ഇവരുടെ പാർട്ടിയുടെ പിന്നെ എന്തോ പറയുക, CPM എന്ന് പറയുന്ന പാർട്ടി കണ്ണൂര് ആ ഉദ്യോഗസ്ഥന്റെ മരണം, ശരിക്കും ആ ഉദ്യോഗസ്ഥന്റെ മരണം ഇന്നതാണ് കാരണം, അവർ കൊന്നതാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു തെറ്റ് മാത്രമേ അവർക്കൊരു തെറ്റ്, ആ തെറ്റേ അവർക്ക് പറ്റിയിട്ടുള്ളൂ. ഒരുവേള അവർക്ക് വേറെ വല്ലവരുമാണെങ്കിൽ ശരിക്കും അവർക്ക് എന്തോ സത്യം ചിലപ്പോൾ പറയുന്നവരെ നമ്മൾ ഭ്രാന്തർ എന്നൊക്കെ പറയും, സത്യം പറയുന്നവരെ ഭ്രാന്തെന്ന് പറയും. അപ്പൊ ഇവർക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നൊക്കെ തന്നെ ഇവർ തന്നെ ചിത്രീകരിക്കുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ തന്നെയും അവരൊരു സ്ത്രീയല്ലേ, അത് ആക്രമിച്ചത് ഒരു സ്ത്രീ, രണ്ട് പുരുഷന്മാർ അമ്പലത്തിൽ വെച്ചിട്ട് ഗുണ്ടകളാണ് ആക്രമിച്ചത്. കൈ തിരിച്ചൊടിക്കുന്ന രീതിയിലും തലയ്ക്ക് അടിയേറ്റിട്ട് അവര് ഛർദിച്ചത്, രക്തം ഛർദിച്ചു. പാപമാണെന്നറിയോ, അവരെ കണ്ടാൽ തന്നെ ഒരു ജീവൻ പോലും ഇല്ലാത്തൊരു സ്ത്രീയാണ്. അവരിത് പറയുമ്പോൾ അത് നമുക്കൊക്കെ വല്ലാതെ ഒരു വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് അവർ പറഞ്ഞ 1-2 കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത്, സാർ പിന്നെ ഈ പറയുന്ന കളക്ടർ തന്നെയാണ് സാർ ഇതിന്റെ എല്ലാം ഉത്തരവാദി എന്നാ പറഞ്ഞത്. കളക്ടർക്ക് ഇതിലെല്ലാം. വീണാമണിയുടെ വാക്കുകൾ സത്യമായിരുന്നു എന്നുള്ളത് പതുക്കെ ജനങ്ങൾ പിന്നെ വീണാമണി ഇടയ്ക്ക്, അതായത് പഞ്ചായത്തിലെ മെമ്പർമാര് വരെ ഇപ്പോ പറയുന്ന വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾപ്പിക്കാം. അതായത് പടിയൂർ പഞ്ചായത്തിലുള്ള ഈ സ്വത്തിന്റെ അകത്ത് മുൻ രാജ്യ മെമ്പർ പുന്നാട് സുജേഷ് എന്ന ഇപ്പോഴത്തെ ആ പുന്നാടിന്റെ മെമ്പർ, ഇവർക്കൊക്കെ പങ്കുണ്ട്. ഇവർക്ക് അതിൽ അധികാരമുള്ള രീതിയിലാണ് ഉള്ളത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഈ പിന്നിലുള്ള ഈ CPM പ്രവർത്തകരായി അണിനിരുന്നിരിക്കുന്നവർ ഇതെല്ലാം അനധികൃത സ്വത്താണ് ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇവരുടെയൊക്കെ സ്വത്തുകൾ വിവരങ്ങൾ ഒന്ന് പരിശോധിക്കുമ്പോൾ ഇവർക്ക് അനധികൃതമായ സ്വത്ത് സമ്പാദനമുണ്ട്. ഒന്ന് മുൻ രാജ്യ മെമ്പർക്കായി പുന്നാടുള്ള രാജ്യ മെമ്പർ, 2 പിന്നെ ഇപ്പോഴത്തെ സുരേഷ് എന്ന് മെമ്പർ. അവരൊക്കെ പരിശോധിക്കുമ്പോൾ ശരിക്കും അവരുടെ ഭൂമി പരിശോധിക്കുമ്പോൾ എത്രയോ അനധികൃതമായി സമ്പാദിച്ച് മനസ്സിലാവും.
ഇവിടെ പൊന്നാട് എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ചേട്ടാ. അതായത് അപ്പോൾ അവിടുത്തെ രാജൻ മെമ്പറും ഒരു സുരേഷ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മെമ്പറും അവർക്ക് രണ്ടുപേർക്ക് എതിരായിട്ടാണ് പുതിയ ഒരു ആരോപണം. ഈ പറയുന്ന ആരോപണം വീണാമണിയെ സംബന്ധിച്ച് ആ നാടിനെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. വീണാമണി നാടിന്റെ പൾസ് അറിയാം, പ്രത്യേകിച്ച് CPM നേതാക്കളുടെ സർവ്വ കള്ളത്തരങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ PP ദിവ്യയുടെ ഭൂമി ഇടപാട് വന്നപ്പോൾ ആണ് ഈ കമന്റ് നമുക്ക് വന്നിരിക്കുന്നത്. PP ദിവ്യ മുക്കിന് പറഞ്ഞിരുന്നത് എന്റെ റോൾ മോഡലാണ് പിണറായി വിജയൻ എന്നാണ് പറഞ്ഞിരുന്നത്. പാഠപുസ്തകം എന്റെ ഹീറോ പാഠപുസ്തകത്തിലെ ഹീറോ, പിന്നെ ഇതാണോ പാഠപുസ്തകത്തിലെ ഹീറോയിൽ നിങ്ങൾ പഠിച്ചതെന്ന് കൂടെ ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരും. സാരി ഉടുത്ത പിണറായി എന്ന് നാട്ടുകാർ തന്നെ പറയുമ്പോൾ അങ്ങനെ ഒരു പേര് സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവണമല്ലോ. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കാര്യം എന്നറിയോ, ഈ പറയുന്ന പോലെ ഇവരൊരു വെട്ടി സ്വർഗത്തിൽ ജീവിച്ചവരാണ്, അത്രേ നമുക്ക് പറയാനുള്ളൂ. കാര്യം PP ദിവ്യക്ക് മനസ്സിലാകുന്നില്ല ഈ പാർട്ടി അവരെ അറിഞ്ഞുകൊണ്ട് ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം CPMന്റെ സംസ്ഥാന സമിതിയിലെ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ മുതൽ പലർക്കും ഭൂമി ഇടപാടുകളിൽ പങ്കുണ്ട്. എന്തുകൊണ്ട് CBI അന്വേഷണം വേണ്ട 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 എന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ പിടിക്കുന്ന എന്തിനാണ്? അവരുടെയൊക്കെ എല്ലാ കള്ളത്തരങ്ങളും വെളിയിൽ വരും. കാര്യം ഞാൻ ഒരു കാര്യം കൂടെ പറയാം, എന്നെല്ലാം ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിൽ, പ്രത്യേകിച്ച് CPM ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടുന്ന ഈ കണ്ണൂരുകാർക്കാണ്. ആ കണ്ണൂരുകാർക്ക് മാത്രമാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നത്. ഈ പാർട്ടിക്കാർ യഥാർത്ഥത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി കണ്ണൂർ മാത്രമേ ഉള്ളെന്നാണ് ഇവിടുത്തെ അവിടുന്ന് വരുന്ന മന്ത്രിമാരും അവരെല്ലാം പറയുന്നത്. നിങ്ങളൊരു ആവശ്യത്തിന് ഈ പറയുന്ന ഏതെങ്കിലും കണ്ണൂരുകാരായ മന്ത്രിമാരുടെ ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? മുഹമ്മദ് റിയാസിന്റെ ഓഫീസിൽ നിങ്ങളൊരു ആവശ്യത്തിന് പോയിട്ടുണ്ടോ? നിങ്ങൾ പോയി നോക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയേക്കാൾ വലിയ ഓഫീസ് പിന്നെ മന്ത്രിയാണ് P ശശി. ഇതൊക്കെ നിങ്ങളെ കൂടെ പോയി നോക്കണം. ഇതൊക്കെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് പിന്നെ എനിക്ക് കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ടൊക്കെ അവരുടെയൊക്കെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് കാലെടുത്ത് കുത്താൻ തോന്നില്ല. ഈ രണ്ടാമതൊരു ടേം കൂടി ഈ ഇതൊക്കെ കയറി അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന് പിന്നെ ഒരിക്കലും മാറുന്നില്ലല്ലോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. കാര്യം 5 കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ മുഖങ്ങൾ കാണണ്ടല്ലോ, അടുത്ത വേറെ ആരെങ്കിലും ഒക്കെ വരുമല്ലോ എന്ന് നമ്മളെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കും. കാര്യം അത്ര കണ്ടാണ് വേഴ്സ്റ്റ് ആകുന്നത് ഇവരുടെയൊക്കെ പെരുമാറ്റം. കാര്യം അവർക്ക് കണ്ണൂരുകാരെ സഹായിച്ചാൽ മാത്രം മതി, അതിനാണ് അവർക്ക് അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഊരാളുങ്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടല്ലോ, ഈ സർക്കാരിന്റെ സർവ്വപണിയും ഊരാളുങ്കലിനാണ്. അടുത്തൊരു സോഫ്റ്റ്വെയറിന് വന്നപ്പോൾ അതും ദിനേശ് മീഡിയ കമ്പനിക്കാണ്. അവർക്ക് ഈ കാശൊക്കെ ഈ കമ്പനിക്കല്ല പോകുന്നത്. അടുത്ത ഇനി ഭരണമില്ലാതെ വരുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഇവർക്ക് ഈ വർക്ക് പിടിച്ച് കൊടുക്കുമ്പോൾ ഇവർക്ക് പലർക്കും കമ്മീഷൻ ഉണ്ട്. അടുത്ത 5 വർഷത്തേക്ക് അവർക്ക് ജീവിച്ചു പോകാനുള്ള ഉപാധി ഇതിലൂടെ കിട്ടുകയാണ്. പറയൂ, ബാക്കി എന്താ പറയാമെന്നുള്ള ചർച്ച വഴിമാറി പോയെന്നൊരു സംശയമുണ്ട്. ഇല്ല, വഴിമാറി പോകുന്നതല്ല, നമ്മൾ പറഞ്ഞു വരുമ്പോൾ എങ്ങും നമ്മൾ പറഞ്ഞു പോകും. നമ്മളുടെ അവസ്ഥ അതാണ് എന്ന് വെച്ചാല്, എന്തായാലും ഇവിടെ ഇപ്പോൾ വീണാമണി കേരളം തന്നെ വിട്ടു അവരുടെ ഭൂമി വിൽക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അവർക്ക് ആകെയുള്ളൊരു കിടപ്പാടമുണ്ട്, അത് അവർ വിൽക്കാൻ പോവുകയാണ്. സാർ, എനിക്ക് ജീവനിൽ പേടിയുണ്ട്. ഈ കളക്ടർ ഇതുവരെ കണ്ണൂർ കാണാത്ത ഇത്രയും ഒരു വൃത്തികെട്ട മനുഷ്യനില്ല. ശ്രീരാമചന്ദ്രനെ പോലെ ആയിരുന്നു നവീൻ ബാബു സാറ്. നവീൻ ബാബു സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, അതായത് നവീൻ ബാബു സാറ് ADM പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ മേളിലാണല്ലോ ഈ കളക്ടർ വരുന്നത്. ഈ നമ്മളിപ്പോൾ കേട്ട വോയിസ് ക്ലിപ്പിൽ തന്നെയുള്ള പഞ്ചായത്തിലെ മെമ്പർമാർ വരെ, പഞ്ചായത്ത് മെമ്പർ ഈ പറയുന്ന PP ദിവ്യ വരെയുള്ളവരുടെ പലരുടെയും ഭൂമി ഇടപാടുകളുടെ ഫയലുകൾ ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹം കൂടെ നോക്കിയിട്ടേ കളക്ടർ അടുത്ത് പോകാൻ പറ്റുള്ളൂ. അദ്ദേഹം കൊറിയിട്ട് വെക്കുന്ന കാര്യങ്ങൾ, സാർ ഇതിന് നമ്മൾ പിന്നെ അനുമതി നൽകാനുള്ള സാധ്യതയില്ല എന്ന് നോട്ട് എഴുതുമ്പോൾ ആ നോട്ടിനെ ഒരു നിർദാക്ഷിണ്യം മാറ്റിവെച്ച് കൊടുത്തുകൊണ്ട് ഇവർക്ക് വേണ്ടി എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്ന ആളാണ് അരുൺ കെ വിജയൻ. എന്തുകൊണ്ട് ഈ സംഭവങ്ങൾ ഇത്രയും ഒക്ടോബറിൽ നടന്ന സംഭവമാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി ഈ 4 മാസവും കളക്ടർ ഇന്നുവരെ ആ പോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് മാറ്റാത്തത്? ആ കളക്ടർക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വെടിമരുന്നുണ്ട്. കളക്ടർ ബലിയാടാക്കിയിരുന്നാലും കളക്ടർക്കും അറിയാം, കളക്ടറുടെ കയ്യിലും ചില വെടിമരുന്നുകൾ ഇവർക്കെതിരെയും ഉണ്ട്, അത് ഇവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ കളക്ടർ ഇപ്പോഴും സേഫ് സോണിലാണ്. ഇപ്പൊ PP ദിവ്യ ഇവരെ അറിഞ്ഞുകൊണ്ട് ഒരു ചാവേറായിട്ട് PP ദിവ്യയെ നിർത്തിയിട്ടുണ്ട്. ആ ചാവേർ തന്നെയായിരിക്കും. PP ദിവ്യയുടെ കരിയറൊക്കെ കഴിഞ്ഞു. PP ദിവ്യക്ക് ഇനി ഇപ്പൊ കഴിഞ്ഞു എന്ന് പറയണ്ട, കുറെ നാൾ കഴിയുമ്പോഴത്തേനും ചിലപ്പോ അടിച്ചു പൊങ്ങി വരും മിക്കവാറും. അത് അവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ വോട്ട് ചെയ്യും, ജയിപ്പിക്കും. ചിലപ്പോൾ നമ്മുടെ തലവിധി, ചിലപ്പോൾ മന്ത്രിയായിട്ട് രാഷ്ട്രീയമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കണ്ണൂർ രാഷ്ട്രീയം മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ രാഷ്ട്രീയം. പിന്നീട് നമ്മൾ സഭയിൽ അവർ വരുന്നത് കാണാം, അവർ വന്ന് ചിലപ്പോൾ MLA ആയിരിക്കുന്നത് കാണാം. എന്തായാലും നമുക്കിതിൽ ഒരു കാര്യം പറയാനുള്ളത്, ആ പാവം സ്ത്രീ
വീണാമണി ഈ പറയുന്ന പോലെ കുറെ കാര്യങ്ങൾ അല്ല, അവരെ ഇത്രയും പബ്ലിക്കായിട്ട് ഉപദ്രവിച്ചിട്ട് പോലും, അത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഉപദ്രവിച്ചിട്ട് പോലും ആ കേസ് റെഫർ ചെയ്ത് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ എത്ര ഐശ്വര്യ ആയിരുന്നാലും ഇത്തരത്തിൽ ഭരണത്തിലെ വലിയ ഏമാന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സംഗതിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പോലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളെയും അവർ വേട്ടയാടും. ഇപ്പൊ നാം ഇവിടെ ഇരുന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു, ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ എത്തേണ്ട ഇടങ്ങളിലൊക്കെ എത്തിയ അനുഭവം നമുക്കുണ്ടല്ലോ, നിരവധിയുണ്ട്. ഐശ്വര്യക്ക് വരെ ഈ തൊഴിൽ ചെയ്തതിന്റെ പേരിൽ കേസുള്ള ഒരു വ്യക്തിയാണ് ഐശ്വര്യൊക്കെ. തൊഴിലാണ് ചെയ്തത്, തൊഴിലിടത്ത് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ചെയ്തതാണല്ലോ. അപ്പൊ അവർക്ക് ഇഷ്ടമല്ലാത്തത്, ഹിതമല്ലാത്തത് നാം പറയുകയാണെങ്കിൽ ഈ പറയുന്ന നമുക്കെതിരെ ഉണ്ടാകും. എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞതുപോലെ, സഭയിൽ പറഞ്ഞതുപോലെ, ഹണി റോസിനെ പോലെ സൗന്ദര്യം, ഹണി റോസിന് അടുത്ത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു, സൗന്ദര്യവും സമ്പാദ്യമുള്ള പെണ്ണുങ്ങൾക്ക് മാത്രം നീതിയുള്ളൂ. അതാണ് ഞാൻ ആദ്യമേ വീണാമണിയെ പോലൊരു സാധുവായിട്ടുള്ളൊരു സ്ത്രീക്ക് അവരുടെ ജീവന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞതിന്റെ പേരിൽ അവരുടെ ജീവനും കൊണ്ട് ഓടേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന്. ഇതൊക്കെ സമൂഹം ശരിക്കും മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. സ്ത്രീ സമൂഹം ചിന്തിക്കേണ്ടതാണ് ഉറപ്പായിട്ടും. കാര്യം അദ്ദേഹത്തിന്റെ വീട്ടില് സഭയിലെ ഇങ്ങനെ വരുമ്പോ ഇനി ആരും മുന്നോട്ട് സത്യം പറയാൻ ആരും മുന്നോട്ട് വരാത്തൊരവസ്ഥ വരും നമുക്ക്. അങ്ങനെയൊന്നും വരാതെന്നിരിക്കില്ല. ഒരു വീണാമണിക്ക് ഈ ഒരു അവസ്ഥ വന്നു എന്ന് കരുതി ഇന്നത്തെ സ്ത്രീകളൊന്നും അത്ര പേടിയും ഭയമുള്ളവരല്ല എന്ന് പറയരുത് ചേട്ടാ. എല്ലാവർക്കും കുടുംബം, കുട്ടികള്, അവരൊക്കെ അങ്ങനെയൊന്നും വീണാമണിക്ക് തന്നെ അവരുടെ കുട്ടികളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ പലർക്കും സൈലന്റ് ആവേണ്ടി വരും. ഓരോ കാലത്തും ഇത്തരത്തിൽ കാലത്തിന് ഒരു നീതി കിട്ടുന്നതിന് ഓരോ ശബ്ദങ്ങൾ ഓരോ കാലത്തും പൊങ്ങി വരും. അതാണ് നമ്മുടെ പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത്. അല്ല, ഇങ്ങനെ സൈലന്റ് ആക്കി കളയുന്നത്, വീട്ടുകാരെ വെച്ച് കളിക്കുന്നതൊക്കെ ഇപ്പോഴത്തെ ഒരു സർക്കാരിൻ്റെ ഒരു അജണ്ടയാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഇവിടുത്തെ ഈ കേസുകൾ, നിസ്സാര കേസുകൾ വരുമ്പോൾ പോലും നമ്മുടെ വീടുകളിൽ ഈസിലി അവർക്ക് ഇവിടെ എക്സാലോജിക് കമ്പനി കരിമണൽ കർത്തരിൽ നിന്ന് കാശ് വാങ്ങിച്ചപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന മകളെ, വീട്ടിലിരിക്കുന്നവരെ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ക്ഷുഭിതനായി നമ്മൾ കണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന് മാത്രമേ വീടുള്ളൂ, അദ്ദേഹത്തിന് മാത്രമേ. അല്ല, എൻ്റെയൊക്കെ ഞാൻ എവിടെയുണ്ട് ആ സമയത്ത് നിന്ന് ട്രേസ് ചെയ്യാൻ പറ്റുന്ന പോലീസാണ്. ഒരു കാരണവും ഇല്ലാണ്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ കയറി എൻ്റെ കേസിൽ ആ പരിസരം മുഴുവൻ ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് അവിടെ മുതലേ ഐശ്വര്യയുടെ വീട് അന്വേഷിച്ച് തുടങ്ങും. അപ്പോൾ ആൾക്കാരൊക്കെ എന്തോ വലിയൊരു കുറ്റം ചെയ്തിട്ട് എന്നെ തിരക്കി പോലീസ് വന്നൊരു ഫീലില്ല. അങ്ങനെ മൊത്തത്തിൽ നമ്മളൊന്ന് പേടിപ്പിക്കുക, പിന്നെ നമ്മൾ ഈ ജോലിക്ക് വരത്താണ്ടാക്കുക, അതൊക്കെയാണ് ശരിക്കും പേടിപ്പിച്ചൊതുക്കാനാണ് നോക്കുന്നത്. അതെ, അതൊക്കെ ഇപ്പൊ ഒരുപാട് കണ്ടതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ വീണാമണി അവര് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ നാം ഇപ്പൊ എപ്പോഴും നമ്മുടെ പ്രേക്ഷകരോട് പറയുന്ന പോലെ ഈ പറയുന്ന ആ മനുഷ്യൻ നവീൻ ബാബു എന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴൊക്കെ, നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത്, സാർ അദ്ദേഹം ഒരു ശ്രീരാമനായിരുന്നു സാർ എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. ആ കണ്ണൂരിലെ സാധാരണ ജനങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ കയ്യിൽ ശരിക്കും ഈ പാർട്ടിയെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ വെളിയിൽ ഇവർ ഭയപ്പെട്ടതുപോലെ ഒരിക്കലും അദ്ദേഹം ഒന്നും പുറത്ത് വിടില്ല. അതൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ആയതുകൊണ്ടാണ്, എവരെ പോലെയൊന്നും അല്ല. അദ്ദേഹം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ഓടാനായിരിക്കും. നമ്മൾ രണ്ടാമതൊരു ടോപ്പിക്കില് ആ ഒരു മെമ്പറെ കുറിച്ച് പറഞ്ഞല്ലോ, കലാരാജുവിനെ കുറിച്ച്. അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പൊ വേണ്ട. അത് തന്നെയാണ് തെളിവെല്ലാം. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന് എന്തായാലും വീണാമണിക്ക് പെട്ടെന്ന് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വീണാമണി നമ്മളോട് വിട്ടിട്ട് ഇത് ഭൂമി വിട്ടിട്ട് പോകും എന്ന് പറയുമ്പോൾ സ്വന്തം മക്കളെ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നാടും വീടും വിട്ട് ഓടേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയണം. അവർക്ക് നമ്മളെ പോലെ തന്നെ ജീവിക്കാൻ കഴിയണം. ഇപ്പോ സുപ്രീം കോടതിയിൽ എന്തോ ഒരു കാര്യമായിട്ട് പോകുന്നെന്നാ പറഞ്ഞത്. അവർ വിളിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് എങ്ങനെയെന്നറിയോ, സാധാരണ ഈ സാധാരണക്കാർക്ക് തങ്ങാനുള്ള ഡോർമെട്രികളൊക്കെ ഉണ്ട്. അത്തരം ഡോർമെട്രികളിലൊക്കെയാണ് ഈ 100 രൂപയ്ക്കും 1 രൂപയ്ക്ക് എറണാകുളമാണെങ്കിൽ എത്രയോ 10 രൂപയോ മറ്റും മതിയെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് ഒരു ഡോർമെട്രിയിലാണ് അവർ താമസിച്ചത്. 6 മണിക്കൂറത്തേക്ക് എത്രയോ 12 മണിക്കൂറിന് 6 മണിക്കൂറിന് ചാർജ് ഒരു സത്യം, ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് ആ ഒരു സ്ത്രീ ഇങ്ങനെ വേട്ടയാടപ്പെടുന്നത്. അത് നമ്മുടെ സമൂഹം, നമ്മളിത് പറയുമ്പോഴും ചിലപ്പോൾ ചിലർക്കൊക്കെ ഞങ്ങൾ നിത്യം പറയുന്നു എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും. പക്ഷെ അത് ചിന്തിക്കേണ്ടതായതുകൊണ്ടാണ്. അവരുടെ ആരുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി സത്യം പറഞ്ഞതിന്റെ പേരിലാണ് അവർ പറയും നവീൻ ബാബു സാറിന്റെ ആ 2 പെൺകിടാങ്ങൾ, ആ 2 കുട്ടികൾ, സാർ ആ കുട്ടികളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് സാർ. ശ്രദ്ധിച്ചില്ലേ ആ 2 കുട്ടികളെ? എന്ത് പാവം. ആ കുട്ടികളുടെയൊക്കെ ഒരു വിധി ആലോചിച്ചു. ആ കുട്ടികളുടെ മനസ്സൊന്നും ഒരിക്കലും, ആ കുട്ടികൾ അത്ര ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് കഴിഞ്ഞ കുട്ടികളാണ്. അതൊക്കെ കണ്ടു കഴിയും നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഏതായാലും ഞങ്ങള് ദിവസം ഒരു വീഡിയോ എങ്കിലും
നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നാം ചെയ്തിരിക്കും. അത് ചെയ്യുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് നമ്മുടെയും ഈ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമുള്ള കാര്യം. നമ്മൾ മറന്നുപോയാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കാര്യം പറയാൻ ഇവിടെ ആരുമില്ല. കാര്യം ഇതെല്ലാം മറന്നു പോകുമെന്നും ഇനി ഇതാരും സംസാരിക്കില്ലെന്നും ഒക്കെ കരുതുന്ന ഒരു കൂട്ടം പേര് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ്